സാറേ, ആഗോള അയ്യപ്പ സംഗമം നടത്താനായിട്ട് പോകുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ചുള്ള ഹർജിയുണ്ട്. ഇപ്പൊ പറയുന്നത് അയ്യപ്പ വിശ്വാസ സംഗമം എന്ന പേരിൽ പന്തളം കൊട്ടാരവുമായിട്ട് ചേർന്ന് ശബരിമല കർമ്മ സമിതി, ഹിന്ദു ഐക്യവേദിയും ഒക്കെ ബദലായിട്ടൊരു സമ്മേളനം നടത്തുന്നു. അത് നടത്തുന്നത് പന്തളത്താണ്. അതിൽ തന്നെ UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അമിത്ഷായും പങ്കെടുക്കുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ വിശ്വാസ സംഗമം സംഘടിപ്പിച്ചാൽ ഈ LDF സർക്കാരിന് 9 വർഷം ഇല്ലാതിരുന്ന അയ്യപ്പ സ്നേഹത്തിൻ്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയില്ലേ? അതല്ലെങ്കിൽ തന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് വേലിക്കലിരുന്ന എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചാനലുകൾ അന്ന് ഈ അയ്യപ്പന്മാർക്കെതിരായ വേട്ട ഉണ്ടായിരുന്നില്ല. അതെ, ആ വേട്ടയുടെ സമയത്ത് പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങളുണ്ടല്ലോ, നവോത്ഥാന പ്രസംഗങ്ങൾ, അയ്യപ്പ വിരുദ്ധ പ്രസംഗങ്ങൾ, അതെ, ഇത് മുഴുവൻ ഇടക്കിടക്ക് ചാനലുകൾ ഇപ്പോൾ കാണിക്കുന്നു. ചാനൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ PK ശ്രീമതി പറഞ്ഞു, അമ്പലത്തിൽ പോകുന്ന സ്ത്രീകൾ നനഞ്ഞൊട്ടിയ വേഷവുമായിട്ട് പോകുന്നത് കാണാൻ എന്നൊക്കെ പറയുന്ന സംസാരം. ആ പ്രസംഗം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇതാണ് അന്ന് പറഞ്ഞത്. അടുത്ത് G സുധാകരൻ എന്ന് വെച്ച് പറയുന്നു, തന്ത്രി അത് പൂട്ടിയിട്ട് പോകുന്നു പറയുന്നു. തന്ത്രി ആരാ ഇങ്ങനെ പറയാൻ എന്നൊക്കെ പറയുന്ന സാധനം വീണ്ടും എടുത്തിടുന്നു. ശരിക്കും തിരിച്ചടിയാവില്ലേ അതാണ് അതിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത്. കാരണം ഈ അയ്യപ്പന്മാരെ നേരത്തെ വേട്ടയാടിയത് അത് തിരിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ. ഈ അയ്യപ്പ സംഗമം നടത്താൻ ബൂമറാങ് ചെയ്യാണ് ഈ അയ്യപ്പ സംഗമം. ഈ അയ്യപ്പ സംഗമം നടത്തിപ്പിൻ്റെ രീതികൾ തന്നെ പലതരത്തിൽ പറഞ്ഞു. ഒന്നാമത് നിരീശ്വരവാദിയെ മുഖ്യാതിഥിയായിട്ട് വിളിച്ചു, MK സ്റ്റാലിൻ. പിണറായി വിജയനാണ് അതിൻ്റെ ഉദ്ഘാടനം. നിരീശ്വരവാദിയല്ലേ, അങ്ങനെ ക്ഷേത്രത്തിൽ പോവാറില്ലല്ലോ. ഭാര്യയും മകളും അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, നന്മ കിട്ടാനും ഒക്കെ ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ഇല്ലേ? പാർട്ടി കോൺഗ്രസിന് മധുരയിൽ പോയപ്പോഴും അവര് ബൃഹദീശ്വര ക്ഷേത്രത്തിലും ഒക്കെ, തഞ്ചാവൂരും അങ്ങനെയുള്ള കാഞ്ചീപുരോ അങ്ങനത്തെ സ്ഥലങ്ങളിലുമൊക്കെ അവർ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവരുടെയൊക്കെ ശക്തി എന്ന് പറയുന്നത് ഈ സനാതനധർമ്മം പാലിക്കുന്ന ഭാര്യയും മക്കളും ഒക്കെ ആണല്ലോ, സഹാക്കളാണെങ്കിൽ പോലും. അപ്പൊ പുറംപൂച്ചിന് ഞങ്ങൾ പുരോഗമനവാദികളാണ് എന്നൊക്കെ പറയും. പണവും അധികാരവും പദവിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സൂക്ഷിക്കാനായിട്ടേ ദൈവം അല്ലാതെ കൂടെ ആരാ ഉള്ളത്? സഹാക്കൾ സൂക്ഷിച്ചു കൊടുക്കുമോ? ഭയം വരും. ഈ സംഗതികൾ ഒന്നുമില്ലാത്തപ്പോൾ, അത് നേരത്തെ മാർക്സും എംഗൽസും പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രം എന്ന് പറഞ്ഞ അവസ്ഥയല്ലല്ലോ ഉള്ളത്. നമുക്ക് നഷ്ടപ്പെടാൻ പലതും ഇല്ലേ സഹാവേ എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കാലിൽ വീഴുക, അതാണ് ഇപ്പൊ തന്നെ ഇതിനെ സംബന്ധിച്ചിപ്പോ തൊടുപുഴയില് ഷാജൻ സ്കറിയയ്ക്ക് അടികൊണ്ടില്ലേ? ഷാജൻ സ്കറിയ പറഞ്ഞത് ജോത്സ്യന്റെ ചാർട്ട് അനുസരിച്ചിട്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നല്ലേ? എന്ന് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. മുമ്പ് ഒരു യാത്ര നടത്തില്ലേ മന്ത്രിമാരെയും കൊണ്ട്, ബസ് യാത്ര, അതും ഇങ്ങനെ ജോത്സ്യന്റെ ചാർട്ട് ഉണ്ടായിരുന്നു ഇല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും, ഇപ്പം മാധവ് പൊതുവാളിനെ പയ്യന്നൂർ അല്ലേ പോയി കണ്ടില്ലേ? കണ്ടു. ഗോവിന്ദനും ഭാര്യ ശ്യാമളയും കൂടി പോയി കണ്ടു. ഞാൻ അതിനെ എതിർക്കുന്ന ആളല്ല, ഞാൻ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷെ അത് പരസ്യമായിട്ട് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. ഞങ്ങൾ സനാതന ധർമ്മ പാതയിലെത്തി എന്ന് പറയില്ല. കാരണം എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയമായ തിരിച്ചടികൾ നേരിടുന്നുണ്ട്. അയ്യപ്പ വിശ്വാസികൾ പറയുന്നത് അയ്യപ്പൻ തിരിച്ചടിച്ചതാണെന്നാണ്. അതിപ്പോ പിണറായി വിജയനല്ല, ഗോവിന്ദനാണ് ജോത്സ്യന്റെ അടുത്ത് പോയാലും ജോത്സ്യന്മാര് എപ്പോഴും ഗണിക്കണം എന്നില്ലല്ലോ, അവരും പത്രം വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അയ്യപ്പ കോപമാണ് എന്നല്ലേ കാണുള്ളൂ പ്രശ്നം വെച്ചാല്. സാർ, ഇപ്പം ഇതിനകത്തൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ നാമജപയാത്ര ശരിക്കും പറഞ്ഞാൽ പന്തളത്തു നിന്നാണ് അതിൻ്റെ ഒരു തുടക്കം കുറിച്ച്. അതിനകത്ത് ആളുകൾ NSS, SNDP എല്ലാം പങ്കെടുത്തു. ഒരു വലിയ ജനക്കൂട്ടമായിരുന്നു. ഈ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവർ ആ കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. മാത്രമല്ല, ആചാര ലംഘനക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് LDF സർക്കാർ നിലപാടെടുത്തത്. അപ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നതെന്ന് UDF ചോദിച്ചിട്ടുണ്ട്. അതിനും കൃത്യമായ മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ പന്തളത്ത് ഇതുപോലൊരു സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ LDFന്റെ ഗ്യാസ് തീർക്കുന്ന നീക്കമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ടല്ലോ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സുഹൃത്ത് ഡോക്ടർ KS രാധാകൃഷ്ണനെതിരെയും 100-150 കേസുണ്ട്. അങ്ങനെ പോവാത്ത സ്ഥലങ്ങളിലും ഒക്കെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. പഴയ പോലെ പുള്ളി മറ്റേ
പ്രവേശമൊക്കെ ഉണ്ടല്ലോ, ആ വേറെ ആളുകളുടെ ശരീരത്തിലൊക്കെ പരകായ പരകായ പ്രവേശമൊക്കെ നടത്തിയിട്ട് അങ്ങനെ ഇരിക്കണം. ഒരു സമയത്ത് ഓരോ സമയത്ത് 5-6 സ്ഥലത്തുമൊക്കെ പുള്ളിയുള്ളതായിട്ട് കേസുണ്ട്. ഇതൊക്കെ പിൻവലിക്കണ്ടേ? അപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NSSഉം SNDPയും അത്യാവശ്യം അനുകൂല നിലപാട് സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന് അനുകൂലമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു കോഷൻ ഉണ്ട്. അവർ പറഞ്ഞിട്ട് നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ, കാരണം അയ്യപ്പനെ അവർക്കും പേടിയുണ്ടല്ലോ, അവര് ആ പറഞ്ഞ കൂട്ടത്തിൽ അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസുകൾ പിൻവലിച്ചിട്ട് വേണം അയ്യപ്പ സംഗമം നടത്താൻ. കേസ് പിൻവലിച്ചിട്ട് ഈ അനാവശ്യമായിട്ട് എടുത്തിട്ടുള്ള കേസുകൾ ഉണ്ടല്ലോ ആ കാലത്തെ, അത് പിൻവലിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ അകത്ത് താല്പര്യമില്ല. പിന്നെ BJPക്കാരാണോ RSSകാരാണോ ഞങ്ങൾ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശാന്ത് നേരത്തെ തന്നെ VD സതീശന് പോവില്ല എന്ന് നിലപാടെടുത്തിട്ടില്ല. പിന്നെ സതീശനെ വിളിക്കാനായിട്ട് പോയി സീൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ പ്രവേശിപ്പിച്ചില്ല. സതീശൻ അങ്ങേരെ കണ്ടില്ല പ്രശാന്തിനെ. ഇപ്പോൾ അതുകൊണ്ട് ഇതൊരു കാപട്യമാണെന്നും കപട മതേതരവാദികളുടെ കാപട്യമാണെന്നും ജനം തിരിച്ചറിയുന്നുണ്ട്. മുമ്പ് നടന്നതുമൊക്കെ അറിയാം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സ്റ്റാലിൻ നിരീശ്വരവാദി മുരുക സംഗമം നടത്തിയതിൻ്റെ റെപ്ലിക്കയാണ് ഇതെന്നൊക്കെ ജനങ്ങൾക്കറിയാം. അപ്പോഴാണ് പന്തളം കൊട്ടാരത്തിലാണല്ലോ എന്തായാലും അയ്യപ്പൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അയ്യപ്പൻ്റെ തറവാടായ പന്തളം കൊട്ടാരത്തിൻ്റെ നിലപാട് പണ്ടത്തെ നിലപാട് തന്നെയാണ്. ഇത് കാപട്യമാണെന്ന് പന്തളം കൊട്ടാരം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പന്തളം കൊട്ടാരത്തിൻ്റെ നേതൃത്വത്തിൽ അയ്യപ്പ വിശ്വാസ സംഗമം അല്ലേ? അതെ, അയ്യപ്പ വിശ്വാസ സംഗമം നടക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് യോഗി ആദിത്യനാഥും അമിത്ഷായും ഒക്കെ പങ്കെടുത്താൽ അവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, ഈ പ്രശാന്തില്ലേ തിരുവിതാംകൂർ ആദ്യം സർക്കാർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. മന്ത്രി വാസവൻ പോയിട്ടാണ് സ്റ്റാലിനെ ക്ഷണിച്ചത്. പിന്നെ പ്ലേറ്റ് മാറ്റി ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാർഷികം 75 പ്ലാറ്റിനം അല്ലേ, അതനുസരിച്ചിട്ടാണ് ഇത് നടത്തുന്നതെന്ന് പിന്നെ പ്ലേറ്റ് മാറ്റി. സർക്കാരല്ല, കാരണം സർക്കാർ നടത്തുന്നു എന്നും പറഞ്ഞാണല്ലോ കോടതിയിൽ കേസ്. മതേതര സർക്കാർ മതപരിപാടി നടത്താൻ പാടില്ലല്ലോ. അപ്പൊ അതിനെതിരെ കേസ് വന്നു. അതിൽ നിന്ന് ഊരാനാണ് ഇത് ദേവസ്വം ബോർഡ്. അതും കേസാ. ദേവസ്വം ബോർഡിന് ഇതല്ലല്ലോ ജോലി, അമ്പലങ്ങളുടെ കാര്യം നോക്കലല്ലേ. അപ്പോൾ ഇത് എങ്ങനെ നടത്തുന്നു? കഴിഞ്ഞ 2 കൊല്ലം അല്ലേ തുടർച്ചയായി അവിടെ ശബരിമലയിൽ വന്നവര് അത് ഓൺലൈനിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് ആളുകൾ വിളിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ബിന്ദു അമ്മിണിയെ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ നല്ലത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിയായ അയ്യപ്പ വിശ്വാസ സംഗമം എന്ന് പറയുന്നത് മറ്റേ പന്തളം കൊട്ടാരത്തിൻ്റെ ഈ അയ്യപ്പ വിശ്വാസ സംഗമം, ഈ അയ്യപ്പ വിശ്വാസ സംഗമത്തിന് രാഷ്ട്രീയപരമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് BJP ഇവിടെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ LDFന്റെ ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന് UDF തന്നെ ആരോപിക്കുന്നു. ഇവിടെ BJP പ്രത്യക്ഷമായിട്ട് പറയുന്നു ഈ അയ്യപ്പ വിശ്വാസ സംഗമത്തിന് എല്ലാവിധ രാഷ്ട്രീയ പിന്തുണയും ഞങ്ങൾ നൽകുമെന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന ആളുകൾ പണ്ട് പിണറായി വിജയൻ സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ അല്ലെ ഓർത്തെടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തില്ലേ? BJP വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മുഖ്യമന്ത്രിമാരെ ആ സംഗമത്തിന് കൊണ്ടുവരാൻ പറ്റില്ലേ? മറ്റേ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ പറ്റുമോ? കാരണം ഇപ്പൊ സ്റ്റാലിൻ തന്നെ വരുന്നില്ല എന്ന് നിലപാടെടുത്തില്ലേ? വേറെ 2 മന്ത്രിമാരെ അയക്കാമെന്ന് പറഞ്ഞു. അതിലൊരു മന്ത്രി തന്നെ നേരത്തെ അവിടുത്തെ വേറൊരു മന്ത്രി ഈ സനാതന ധർമ്മത്തിനെ, അതായത് ഉദയനിധി സ്റ്റാലിൻ ഇത് മറ്റേ കൊറോണ പോലൊരു അസുഖമാണ്, പകർച്ചവ്യാധിയാണെന്ന് പറയുമ്പോൾ അന്ന് വേദിയിലുണ്ടായിരുന്ന ഒരു മന്ത്രിയാണ് സ്റ്റാലിൻ പകരം വിടുന്നത്. 2 മന്ത്രിമാരിൽ ഒരാൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഉദയനിധി സ്റ്റാലിൻ്റെ കൂടെ. നിരീശ്വരവാദികളുടെ സംഘമാണല്ലോ DMK എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാലിൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വരുന്നില്ല. ഇങ്ങനത്തെ ഒരു കുഴപ്പം പിടിച്ച പരിപാടിക്ക് വേറെ മുഖ്യമന്ത്രിമാരെ കിട്ടുമോ? പക്ഷെ BJPക്ക് കിട്ടും. അതുപോലെ കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ ഈ അയ്യപ്പ സംഗമത്തിന് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന്. ആ ലഫ്റ്റനന്റ് ഗവർണർ വരണ്ടെന്ന് BJP തീരുമാനിച്ചാൽ പോരെ? തീർന്നു. ആ ലഫ്റ്റനന്റ് ഗവർണർ മറ്റേ പന്തളത്ത് നടക്കുന്നതിന് വന്നോളൂല്ലോ. പന്തളത്തിന് നടക്കുന്നതിനല്ലേ കൂടുതൽ സാങ്ക്ടിറ്റി വരുന്നത്. കാരണം അത് വിശ്വാസികളുടെ സംഘമല്ലേ. മറ്റേത് ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും അല്ലേ.
10,000-3,000 പേര് അതിലുണ്ടാവും തോന്നുന്നു അവരുടെ സംഗമത്തില്. അങ്ങനെയാണ്. 4 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് സർക്കാർ ദൂർത്തടിക്കാൻ അത് പോകുന്നത്. സ്പോൺസർഷിപ്പായിട്ട് മേടിക്കുന്ന ഇപ്പൊ പ്രശാന്ത് പറയുന്നുണ്ട്. 4 കോടി ആ. സർക്കാർ. അത് ഈ പുലിവാല് വന്നല്ലോ മൊത്തം. അതുകൊണ്ട് 4 കോടി വേറെ ആളുകളുടെ നിന്നൊക്കെ ശേഖരിച്ചുണ്ടാക്കാൻ പോവാണ്. ദേവസ്വം തന്നെ ചെലവാക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ മറ്റേത് 4,000 പേര് വേണ്ടല്ലോ, വിശ്വാസ സംഘമല്ലേ. അതെ, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആവാമല്ലോ. നല്ല മൈതാനം ഉണ്ടെങ്കിൽ മൈതാനം നിറച്ചാവാമല്ലോ. നല്ല ശരണം വിളിയും ഉണ്ടാവും. അതെ. അപ്പൊ ഈ നാമജപ ഘോഷയാത്ര നടത്തിയ ആളുകൾക്കെതിരെ കേസെടുത്ത് അതേ സർക്കാർ ഭരിക്കുമ്പോൾ വീണ്ടും ഈ അയ്യപ്പ വിശ്വാസ സംഗമത്തിൽ പങ്കെടുക്കുന്നവർ ഇതുപോലെ തന്നെ ഒരു ഘോഷയാത്ര നടത്തിയിട്ടാണ് സമ്മേളന വേദിയിലേക്ക് വരുന്നതെങ്കിലോ അപ്പോഴും കേസെടുക്കുമോ ഇനി? കേസെടുക്കട്ടെ. അതില് കുറച്ച് പ്രശ്നം വരും അതിലൊക്കെ കയറി തൊടാനായിട്ട്. കാരണം അയ്യപ്പന് പേടി വന്നല്ലോ. പേടി വന്നപ്പോഴല്ലേ മറ്റേ ചാർത്ത് കൊണ്ടായാലും ചാർത്തില്ലാതെ ആയാലും ഇത് നടത്താൻ പോകുന്നത്. ഒരു പേടി വന്നു. കാരണം ഒറ്റ സീറ്റേ കിട്ടിയുള്ളൂ 2019 മതിയായി അല്ലേ? ഒറ്റ സാധനം കൊണ്ട് തീർന്നില്ലേ? അതെ. അപ്പൊ അത് തന്നെ വേറെ കാരണങ്ങൾ കൊണ്ടാണോ എന്നൊക്കെയുള്ള പരിശോധനയൊക്കെ പാർട്ടി നടത്തിയിട്ടുണ്ടാവുമല്ലോ. എന്തായാലും തിരിച്ചടി വന്നു എന്ന് പറഞ്ഞാല് ഈഴവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായി. പ്രത്യേകിച്ച് ഈഴവരുടെ കൂട്ടത്തിലെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന്. അവരല്ലേ ശരിയായ വിശ്വാസികൾ. മാത്രമല്ല CPM പാർട്ടി പ്രവർത്തകരുടെ ഭാര്യമാരും മക്കളും ഉൾപ്പെടെ സ്ത്രീകള് അവരും നേരെ തിരിഞ്ഞില്ലേ? CPM-ന്റെ നിലപാടിനെതിരെ തന്നെ തിരിഞ്ഞില്ല. ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ നിലപാട് സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന്റെ കൂടെ ആണെങ്കിലും വെള്ളാപ്പള്ളിയുടെ ഭാര്യയുടെ നിലപാട് പന്തളത്തിൽ നടക്കുന്ന സംഗമത്തിന്റെ കൂടെ ആയിരിക്കും എനിക്ക് ഉറപ്പാണ്. ഇല്ലേ? പ്രീതി നടേശൻ മറ്റേ സംഗമത്തിന്റെ കൂടെ ആയിരിക്കും. അതായത് പന്തളം കൊട്ടാരം നടത്തുന്ന അയ്യപ്പ വിശ്വാസ സംഗമത്തിന്റെ കൂടെ ആയിരിക്കും. ശരിക്കുള്ള സംഗമം അതാണല്ലോ. അപ്പൊ ശരിക്കുള്ള സംഗമം ആരാണെന്ന് കേരളത്തിലെ വിശ്വാസികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഇതാ സമാഗതമായിരിക്കുന്നു. നിങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.